തിരുവചനം ദൈവവചനം നിത്യവചനം ജീവദായക വചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ചെറുതുരുത്തി സെൻറ് തോമസ് ദേവാലയത്തിൻ്റെ മുൻവശത്തുള്ള അത്തിമരത്തിൻ്റെ ചുവട്ടിലാണ്. ഞങ്ങളിവിടെ 5 ദിവസത്തെ കുടുംബ വിശുദ്ധീകരണ ധ്യാനം നടത്തുവാൻ വേണ്ടി വന്നവരാണ്. ഇന്ന് ധ്യാനത്തിൻ്റെ 3-ാമത്തെ ദിവസമാണ്. ദൈവത്തിൻ്റെ വചനം അല്പസമയം നമുക്ക് ശ്രവിക്കാം. മത്തായിയുടെ സുവിശേഷത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ 44-ാമത്തെ തിരുവചനം കർത്താവ് നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഈശോ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും വലിയ ആഗ്രഹമാണ് പിതാവായ ദൈവത്തിൻ്റെ മകനായി തീരുക, മകളായി തീരുക എന്നുള്ളത്. അതിനെ ഒറ്റ കണ്ടീഷനാണ് തമ്പുരാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ വെറുക്കുന്ന, നമ്മളെ ദ്രോഹിക്കുന്ന നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ മകനായി തീരാം, മകളായി തീരാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ മാതൃക കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ കിടക്കുമ്പോൾ നമുക്ക് കാട്ടി തന്നിട്ടുണ്ട്. യേശു ഒരു അനീതിയും ചെയ്യാതെ, അതിന് ഏറ്റവും നല്ലൊരു മാതൃക കർത്താവ് യേശു ക്രിസ്തു തന്നെ ഈ കുരിശിൽ നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. ഒരു അനീതിയും ചെയ്യാത്ത ഒരു നീതിമാനായ മനുഷ്യനെ കൊടും ക്രൂര കുറ്റവാളികൾ, ദേശദ്രോഹികൾ, കൊലപാതകികൾ, അങ്ങനെയുള്ളവരെ തൂക്കിക്കൊല്ലുന്ന, കുരിശിൽ തറച്ച് കൊല്ലുന്ന അതേ കുറ്റവാളികളെ കുരിശിൽ തറച്ച് കൊല്ലുന്ന കുരിശിലാണ് ഒരു തെറ്റും ചെയ്യാത്ത ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ അതിക്രൂരമായി അതികഠിനമായി പീഡിപ്പിച്ചുകൊണ്ട് ആ കുരിശിലെ നിന്ദിച്ചും അവഹേളിച്ചും പീഡിപ്പിച്ചും ദ്രോഹിച്ചും ഭാരമേറിയ കുരിശിൽ ചുമന്നും ശിരസിൽ മുൾക്കിരീടം ധരിപ്പിച്ചും തൻ്റെ വസ്ത്രം ഉരിഞ്ഞു മാറ്റി നഗ്നനായി ആ കുരിശിൽ തറയ്ക്കുകയാണ്. ആ കുരിശിൽ കിടന്ന് വേദന കൊണ്ട് പിടയുമ്പോഴും ആ ദൈവപുത്രനായ മിശിഹ തമ്പുരാൻ നമുക്ക് കാട്ടിത്തന്നൊരു മാതൃകയുണ്ട്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ആ യേശുവിലാണ് നമ്മൾ പ്രത്യാശ വെച്ചിരിക്കുന്നതെങ്കിൽ ഈശോ പറഞ്ഞൊരു വചനമുണ്ട്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഞാൻ ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്ന്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ക്രിസ്തുവിൻ്റെ ആ ക്രൂശ് മരണം വഴി ലോകത്തിലുള്ള സകല പാപികളെയും തന്നിലേക്ക് ആകർഷിക്കപ്പെടണമെന്നാണ് ഈശോ ആഗ്രഹിച്ചത്. ആ ക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനായിരുന്നു സ്തെഫാനോസ്. അവൻ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ വലിയ ശക്തനായിരുന്നു. ആ സ്തെഫാനോസ് സുവിശേഷം പ്രസംഗിച്ചതിൻ്റെ പേരിൽ അന്നത്തെ നിയമപണ്ഡിതരും ഫരീസേയരും സമൂഹത്തിലെ നേതാക്കളും ചേർന്ന് അവനെ കല്ലെറിഞ്ഞ് കൊല്ലുകയാണ്. ആ കല്ലുകൾ എറിയപ്പെടുമ്പോൾ പട്ടണത്തിൻ്റെ വെളിയിലേക്ക് കൊണ്ടുപോയി അവനെ കല്ലെറിയാണ്. കല്ലുകൾ കൊണ്ട് വേദന കൊണ്ട് പുളയുമ്പോഴും അവൻ മുട്ടുമേൽ നിന്ന് സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതും പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ഈശോ അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നതുമായും അവൻ കണ്ടു. മാലാഖമാർ ഇറങ്ങി വരുന്നതും കയറിപ്പോകുന്നതും അവൻ കണ്ടു. ആ ക്രിസ്തു പറഞ്ഞ വചനമുണ്ടല്ലോ, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന്.
ഇതാ സ്തെഫാനോസ് യേശുവിൽ വിശ്വസിച്ച വ്യക്തിയാണ്. ആ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് അവൻ വേദന കൊണ്ട് പുളയുമ്പോഴും അവൻ പ്രാർത്ഥിച്ചു, പിതാവേ, ഈ കുറ്റം ഇവരുടെ മേൽ ആരോപിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്തെഫാനോസ് മരിച്ചു വീഴുകയാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ചെറിയൊരു സംഭവം ഇതേപോലത്തെ നടന്നിട്ടുണ്ട്. ഞാൻ ഒല്ലൂർ ഇടവകയിൽ താമസിക്കുന്ന സമയത്ത് പുതിയ വീട് വെച്ച് താമസം തുടങ്ങിയിട്ടുള്ളൂ. എനിക്ക് അവിടുത്തെ ആളുകളായിട്ട് പരിചയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനൊരു ദിവസം വീട്ടിൽ മുട്ടുകുത്തി ഞങ്ങളുടെ പ്രാർത്ഥന മുറിയിൽ പ്രാർത്ഥന കുരിശു വരച്ചു. അപ്പോഴുണ്ട് എൻ്റെ കോളിംഗ് ബെല്ല്, വീട്ടിലത്തെ കോളിംഗ് ബെല്ലടിച്ച് ഞാൻ വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഒരു മദ്യപാനിയായ ഒരു മകൻ അവിടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആടിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, ആരാ എന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറയാ, നീ ആരാന്ന് പറയടാന്ന്. ചേട്ടൻ്റെ പേരെന്തെന്നാ? നിൻ്റെ പേര് പറയടാ. ഞാൻ ചോദിക്കുന്നതിനൊക്കെ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ ആൾ എന്നോട് തിരിച്ചു ചോദിക്കുക. മാത്രമല്ല, അയാൾ എന്നെ വലിയ തെറി വിളിക്കുകയാണ്. ഭയങ്കര തെറി വിളിച്ച് സംസാരിക്കുക. അപ്പോൾ അയാളുടെ ധാരണ എനിക്ക് തെറി പറയാൻ അറിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ആൾ എന്നെ പറയണത്. ഞാൻ ജനിച്ചത് ചായക്കടക്കാരൻ്റെ മകനായിട്ടാണ്. 4ാം ക്ലാസ്സിൽ നിന്ന് 5ാം ക്ലാസ്സിലേക്ക് ജയിച്ചപ്പോൾ എൻ്റെ അപ്പന് ചാരായ ഷാപ്പ് ഏജൻസിയായി. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ചാരായ ഷാപ്പിലാണ് ഞാൻ വളർന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലി കിട്ടിയത് തൃശ്ശൂർ ഒരു ബ്രാൻഡി ഷാപ്പിലാണ്. അപ്പോൾ ഈ തെറി പറയാനും പറഞ്ഞത് കേൾക്കാനൊക്കെ ഇഷ്ടംപോലെ അവസരങ്ങൾ കിട്ടിയിട്ടുള്ള ഒരാളാണ്. എന്നെയാണ് തെറി വിളിക്കുന്നത്. പക്ഷെ എനിക്ക് ഒരു വിഷമം തോന്നുന്നില്ല. അറിവില്ലാത്ത മനുഷ്യൻ ഇയാൾ എന്നെ ഒരു 3/4 മണിക്കൂർ നേരം എന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചു. അപ്പോൾ എൻ്റെ ഭാര്യ മക്കളും വന്നിട്ട് നോക്കിയപ്പോൾ രംഗം പന്തിയല്ല. അയാൾ എന്നെ ഭയങ്കരമായിട്ട് മോശപ്പെട്ട വാക്കുകൾ പറയണം. ഇപ്പോൾ റോട്ടിൽ കൂടെ ചില ആൾക്കാർ പോകുന്നുണ്ട്, അവരിത് കേട്ടിട്ടൊന്നും പറയുന്നില്ല. അവരിങ്ങനെ സന്തോഷം ഉണ്ടാവും. അവർക്ക് ഒരു സുവിശേഷ വേലക്കാരനെ ഒരാൾ തെറി വിളിക്കുമ്പോൾ പലരുടെയും മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും. അങ്ങനെ 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആൾ ഏറ്റവും വലിയ തെറി പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് പോയി. അപ്പോൾ ഞാൻ തിരിച്ച് വീണ്ടും വാതിലടച്ച് പ്രാർത്ഥനാ മുറിയിൽ കയറി കുരിശു വരച്ച് ഞാൻ കർത്താവിനോട് ചോദിക്കുകയാണ്, എന്തിനാ കർത്താവേ കുരിശു വരച്ച് പ്രാർത്ഥനയ്ക്ക് നിന്ന എന്നെ ഈ 3/4 മണിക്കൂർ നേരം പുളിച്ച തെറി പറയാൻ ഇങ്ങനൊരാൾ വരാനുണ്ടായ കാരണം? അപ്പോൾ എന്നോട് കർത്താവ് മനസ്സിൽ സംസാരിക്കുകയാണ്. 2 ആഴ്ച മുമ്പ് ഒരു സ്ത്രീ എന്നെ കാണാൻ വന്നിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ജോസ് ബ്രദറെ, എൻ്റെ ഭർത്താവ് ഭയങ്കര കുടിയനാണ്. മാത്രമല്ല എനിക്ക് മൂത്തതും മകളാണ്. ഏകദേശം എൻ്റെ അത്ര വലുപ്പമുണ്ട്. കുറിച്ച് വന്ന ഈ മനുഷ്യന് ഇത് മകളാണോ ഭാര്യയാണോ എന്നുള്ളത് മനസ്സിലാവണില്ല. അപ്പോൾ ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ പോയി. ഞാൻ പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞു. പക്ഷെ എനിക്ക് കുടിയന്മാരോട് താല്പര്യമില്ല. കാരണം ഞാൻ ഈ ബ്രാൻഡിയും ചാരായൊക്കെ കടയിൽ നിന്നിട്ട് അളന്ന് കൊടുത്തിട്ടുള്ള ആളും കുപ്പി പൊതിഞ്ഞു കൊടുത്തിട്ടുള്ള ആളും. അപ്പോൾ എനിക്ക് കുടിയന്മാരുടെ സ്വഭാവം അറിയാം. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഒരു കുടിയനെ ദൈവം തന്നെയാണ് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. എനിക്കറിയില്ല. ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ തമ്പുരാൻ പറയാ, നീ ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചോ? ഞാൻ പറഞ്ഞു, ഇല്ല കർത്താവേ, എനിക്ക് കുടിയന്മാരെ ഇഷ്ടമല്ല, അതുകൊണ്ട് പ്രാർത്ഥിച്ചില്ല. എന്നാൽ ആ കുടിയനെ നിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയത് ഞാനാണ്. അവൻ്റെ പേര് കർത്താവ് കൃത്യമായിട്ട് പറയണം. അവൻ്റെ പേര് ഫിലിപ്പ് എന്നാണ്. ഞാൻ സങ്കടപ്പെട്ട് കരഞ്ഞു പോയി. എൻ്റെ വിചാരം കുടിയന്മാരോട് ദൈവത്തിന് ഇഷ്ടമില്ല എന്നുള്ള. സകലുടെയും പേരും രൂപവും കർത്താവ് തൻ്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. അങ്ങനെ അത് കേട്ടപ്പോൾ ഞാൻ ആകെ സങ്കടപ്പെട്ട് കരഞ്ഞു. എൻ്റെ ഭാര്യ ചോദിച്ചു, എന്തിനാ സങ്കടപ്പെടുന്നത്? ഞാൻ പറഞ്ഞു, ഒന്നുമല്ല. അങ്ങനെ ആ മകന് വേണ്ടി ഞാൻ കുറച്ച് നേരം കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിച്ചു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പെസഹ ബുധനാഴ്ചയാണ്. ഞങ്ങൾ മലയാറ്റൂർക്ക് പോകാനായിട്ട് പേര് കൊടുത്ത് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലൊരു ഗ്രൗണ്ടാണ്. അവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. വണ്ടി നിറച്ച ആൾക്കാരുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും പോകാനായിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇരിക്കുന്നത് സ്ത്രീകൾ കയറുന്ന ആ സ്റ്റെപ്പിൻ്റെ തൊട്ട സീറ്റിലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, വണ്ടി നിറച്ച ആളായല്ലോ, എന്താ പോവാത്തെ? ഒരു ചേട്ടൻ വരാണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ ആരണാവോ, എനിക്ക് അവിടെ വലിയ പരിചയമില്ല. അപ്പോഴാണ് ഈ ഫിലിപ്പ് മുണ്ട് കയറ്റിയെടുത്ത് ആടി ആടി പാമ്പ് അഴിഞ്ഞ് വരുന്ന പോലെ ഫുൾ ഫിറ്റായിട്ട് കയറി വരിക. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു,
എടി ആ വരുന്ന ആള് നിനക്ക് മനസ്സിലായ 3 ദിവസം മുമ്പ് നമ്മുടെ വീട്ടിൽ വന്ന് തെറി വിളിച്ച ആളാണ്. ഇന്നിപ്പോൾ മലയാറ്റൂർ എത്തുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ചേട്ടൻ ഒന്നും മിണ്ടണ്ടട്ടാന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, കർത്താവേ അയാൾ പിൻവാതിലൂടെ കയറി വരണേന്ന്. ആര് കേൾക്കണം? ഇയാൾ ശരിക്കും മുന്നിലത്തെ വാതിലൂടെ തന്നെ വന്ന് എൻ്റെ തൊട്ട സീറ്റിൽ കമ്പി പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ ഭാര്യയാണ് സൈഡിലിരിക്കണേ. ഞാൻ അവളെ അങ്ങോട്ട് പതുക്കെ സൈഡ് സീറ്റിലേക്ക് ഇരുത്തി ഞാൻ ഇപ്പുറത്തിരുന്നു. എൻ്റെ ഭാര്യയുടെ മടിയിൽ അയാൾ ഇരിക്കുന്നത് കാണേണ്ടി വന്നാലോ ആ വിഷമം കൊണ്ട് ഞാൻ അവളെ മാറ്റിയിരുത്തി. എന്നിട്ട് ഞാൻ ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരലമ്പില്ലാതെ മലയാറ്റൂർ പോയി മല കയറി തിരിച്ചു വരാൻ വേണ്ടി. അങ്ങനെ ഇയാൾ വന്ന് പറഞ്ഞു, വണ്ടി വിടറാന്ന് പറഞ്ഞു. വണ്ടി സ്റ്റാർട്ടാക്കി. പാട്ട് വയ്ക്കലാന്ന് പറഞ്ഞു. പാട്ട് വെച്ചു. ഇയാൾ ഈ കമ്പി വിട്ടിട്ട് ഭയങ്കര ഡാൻസ് എൻ്റെ തൊട്ട്. അപ്പോൾ പിന്നീന്നൊരു 4-5 ചെറുപ്പക്കാർ, അവർ മദ്യം കഴിച്ചിട്ടുണ്ടെന്ന് തോന്നേ, അവർ 4-5 പേര് എൻ്റെ തൊട്ട് നിന്നിട്ട് ഭയങ്കര ഡാൻസ്, ട്വിസ്റ്റഡിങ് ഡാൻസൊക്കെയാണ് പാട്ട് വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഭാര്യ പറഞ്ഞു, ഒന്നും മിണ്ടണ്ടാട്ടെന്ന് പറയാം. ഈ സന്ദർഭത്തിൽ ഇയാൾ പിടിവിട്ടിട്ട് ഇങ്ങനെ വട്ടം കറങ്ങിയപ്പോൾ എന്നെ കണ്ടപ്പോൾ ആള് എനിക്ക് കൈ കൂപ്പിയിട്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയണം. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്നെ കളിയാക്കിയതാവുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇയാൾ വീണ്ടും കളിച്ചു തുടങ്ങി. വീണ്ടും വട്ടം കറങ്ങി വന്നിട്ട് എനിക്ക് വീണ്ടും സ്തുതി വന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിട്ട്. അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് വണ്ടി പുറപ്പെട്ട് മലയാറ്റൂർ എത്തുന്ന ഒരു 50 തവണയെങ്കിലും ആളെനിക്ക് സ്തുതി തന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി കളിയാക്കിയതല്ല. ഞാൻ ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ ഈശോ പറഞ്ഞിട്ടുണ്ട്, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരും. പ്രിയപ്പെട്ടവരെ, ബസ് ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ യൂണിറ്റ് സെക്രട്ടറി എന്നോട് ചോദിക്കുകയാണ്, ജോസേട്ടന് പിലിപ്പേട്ടൻ ഇടയ്ക്കിടയ്ക്ക് സ്തുതി തന്നിരുന്നത് എന്താ എൻ്റെ രഹസ്യം? അങ്ങനെ ഒരു രഹസ്യമൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ആർക്കും കിട്ടിയില്ലല്ലോ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഈ ജനത്തിൻ്റെ മുമ്പിൽ അയാൾ എനിക്ക് പലവട്ടം സ്തുതി തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ അവരെ നമുക്ക് ദൈവത്തിന് വേണ്ടി നേടിയെടുക്കാൻ പറ്റുന്നു, സമൂഹത്തിൽ നമ്മളെ ബഹുമാനിക്കുന്നു ഒക്കെ എനിക്ക് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്.